പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +1 അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇത് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ക്ലിയർ? അപ്പോൾ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. Today we are discussing functions of accounting in detail. നമ്മൾ ഇന്ന് പഠിക്കുന്നത്, അപ്പോൾ നമ്മൾ എന്താ സെക്കൻഡ് ക്ലാസ്സിൽ പഠിച്ചേ? In our second class we discussed 6 functions of accounting based on the definition given by AICPA. AICPAയുടെ ഡെഫിനിഷൻ്റെ ബേസിലുള്ള 6 ഫങ്ഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഞാൻ അഗെയിൻ അത് പറയുന്നില്ല, കാണാത്ത കുട്ടികൾ ക്ലാസ് കൃത്യമായിട്ട് കാണുക. ഇന്നത്തെ ക്ലാസ് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഡെഫിനിഷൻ പഠിച്ചത്? വി ഡിസ്കസ്ഡ് ദ ഡെഫിനിഷൻ ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, 6 functions of accounting based on the definition given by AICPA. What is the definition? According to AICPA, accounting is an art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. ഇതാണ് ഡെഫിനിഷൻ. അതിൻ്റെ ബേസിൽ 6 ഫങ്ഷൻസ് കൂടെ പഠിച്ചു. റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, ഡീൽസ് വിത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ്, കമ്മ്യൂണിക്കേറ്റ്. ഇത് ഏതിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ്റെ ബേസിലാണ്. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് thereof. ആരാണ് ഈ ഡെഫിനിഷൻ തന്നത്? AICPA. AICPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് തന്നെയാണ്. കൺഫ്യൂഷൻ വന്നേക്കാം, എന്താ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും ഫങ്ഷൻസ്, ഈ ക്ലാസ്സിലും ഫങ്ഷൻസ് എന്നൊക്കെ സംശയം വന്നേക്കാം. അതിൻ്റെ താഴെ ഒന്ന് വായിച്ചു നോക്കിയ ഫങ്ഷൻസിന് താഴെ 4 എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണിത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ്. എവിടെയാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അവിടെ വെച്ച് തുടങ്ങിയാണ്. Further, in 1970, that is in 1970, Accounting Principles Board of AICPA, 1970 AICPAയുടെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ബോർഡ്, AICPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന സ്ഥാപനത്തിൻ്റെ, എന്ന അസോസിയേഷൻ്റെ അല്ലെങ്കിൽ സംഘടനയുടെ ഒരു സെപ്പറേറ്റ് വിങ് ആണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ബോർഡ്. ആ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ബോർഡ് ഫർദർ സ്റ്റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ എക്സ്പ്ലെയിൻഡ്, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തു. ദാറ്റ് എന്താണെന്ന് നോക്കിക്കോ, സ്ക്രീനിൽ നിങ്ങൾ ആ ബ്ലൂ കളറിൽ കാണാം. ദ ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ദ ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് quantitative information, financial in nature about economic entities that is intended to be useful in making economic decisions. The function of accounting is to provide quantitative information, financial in nature about economic entities that is intended to be useful in making economic decisions. ഞാനൊന്ന് പറയാം. The function of accounting, accountancyയുടെ ഫങ്ഷൻ ഈസ് എന്തെന്ന് വെച്ചാൽ to provide quantitative information financial in nature. അതായത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടത്, അതിൻ്റെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ടത്, സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടത്. ക്ലിയർ? ഫൈനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് ഒക്കെ ഫൈനാൻസ് ആണ്. അപ്പോൾ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. അതായത് ക്വാണ്ടിറ്റിയുടെ രൂപത്തിൽ കൂടെ, സംഖ്യാരൂപത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഫൈനാൻഷ്യൽ ഇൻ നാച്ചുർ. എന്താണ്? ദ എയിം ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു സപ്ലൈ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഫൈനാൻഷ്യൽ ഇൻ നാച്ചുർ. അതായത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ക്വാണ്ടിറ്റിയുടെ രൂപത്തിൽ കൂടെ എക്സ്പ്രസ് ചെയ്യുക. എബൌട്ട് സംബന്ധിച്ച്,
ഇക്കണോമിക് എൻറ്റിറ്റീസ്. ഇക്കണോമിക് എൻറ്റിറ്റീസ്. എൻറ്റിറ്റി എന്നൊരു വേർഡ് ചില കുട്ടികൾക്ക് അറിയാത്ത വേർഡായിരിക്കാം. എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അസ്തിത്വം എന്നാണ്. അസ്തിത്വം. The term entity refers to something having separate legal existence. നിയമത്തിൻ്റെ മുമ്പിൽ സെപ്പറേറ്റ് നിലനിൽപ്പുള്ള ഏതൊരു സംഗതിയെയും നമുക്ക് എൻറ്റിറ്റി എന്ന് വിളിക്കാം. ഐ എം എ ഹ്യൂമൻ ബീയിങ്, ഐ എം എൻ എൻറ്റിറ്റി. ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു എൻറ്റിറ്റിയാണ്. കാരണം നിയമത്തിൻ്റെ മുമ്പിൽ എനിക്ക് നിലനിൽപ്പുണ്ട്. ദിസ് ഈസ് മൈ മൊബൈൽ ഫോൺ. ഇതെൻ്റെ മൊബൈൽ ഫോണാണ്. ദിസ് ഈസ് നോട്ട് എൻ എൻറ്റിറ്റി. ദിസ് ഈസ് നോട്ട് എൻ എൻറ്റിറ്റി. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മൗസാണ്, ഈ കാണുന്നത് മൗസാണ്. ദിസ് ഈസ് നോട്ട് എൻ എൻറ്റിറ്റി. ഇതൊരു എൻറ്റിറ്റി അല്ല. കാരണം നിയമത്തിൻ്റെ മുമ്പിൽ ഈ മൗസിന് ഒരു സെപ്പറേറ്റ്, ഈ മൗസിന് ഈ മൊബൈലുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എൻറ്റിറ്റി ആണ്. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റിലയൻസ് ഇൻഡസ്ട്രീസുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അപ്പോൾ ഞാനും ഒരു എൻറ്റിറ്റിയാണ്, റിലയൻസ് ഇൻഡസ്ട്രീസും ഒരു എൻറ്റിറ്റിയാണ്. ഈ മൗസിന് ഈ മൊബൈലുമായിട്ടൊരു കോൺട്രാക്ട്, ഒരു കരാറിൽ ഏർപ്പെടാൻ പറ്റില്ല. കാരണം ഇത് എൻറ്റിറ്റി അല്ല എന്നതാണ്. അപ്പോൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽപ്പുള്ള ഏതിനെയും നമുക്ക് എൻറ്റിറ്റി എന്ന് വിളിക്കാം. ഇവിടെ ഇക്കണോമിക് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമുണ്ടാക്കുന്ന എൻറ്റിറ്റികൾ. അപ്പോൾ ചുരുക്കി മനസ്സിലാക്കാം, ഇവിടെ ഒരു ബിസിനസ് യൂണിറ്റ് എന്നൊരു മീനിങ് ആയിട്ട് എടുക്കാം. അപ്പം ഏതിനെ സംബന്ധിച്ചിട്ടുള്ള? ബിസിനസ് യൂണിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള. Provide quantitative information about business unit. That is, അതായത് ആ information that is intended. അതിൻ്റെ എയിം എന്ന് പറയുന്നത് ഇറ്റ്സ് എയിം that is helpful. അത് സഹായകരമാകും. That is intended to be useful in making economic decisions. That is intended to be useful in making economic decisions. അങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്തിനു സഹായിക്കുന്നു? ഇക്കണോമിക് ഡിസിഷൻസ്, സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. ക്ലിയർ? മനസ്സിലാവാത്ത കുട്ടികൾ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഞാൻ അഗൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? 1970 AICPAയുടെ Accounting Principles Board again explained that the function of accounting is to provide quantitative information, financially nature about economic entities that is intended to be useful in making economic decisions. When we analyze the definition carefully, we can find out 4 essential characteristics of accounting. If we analyze this definition, that is given in blue color, ഈ സ്ക്രീനിൽ കാണുന്ന നീല കളറിൽ തന്നിരിക്കുന്ന ഡെഫിനിഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്നും നമുക്ക് 4 ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. 4 essential characteristics. This definition contains 4 essential characteristics which are as follows. ഈ ഡെഫിനിഷനകത്ത് 4 അത്യാവശ്യമായിട്ടുള്ള പ്രത്യേകതകൾ നമുക്ക് കണ്ടുപിടിക്കാം. ആ 4 എണ്ണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് ഇക്കണോമിക് ഇവൻ്റ് ആണ്. രണ്ടാമത്തത് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്? ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. മൂന്നാമത്തത് ഓർഗനൈസേഷൻ. നാലാമത്തത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് യു കാൻറ്റ് ഐഡൻറ്റിഫൈ ഡയറക്ട്ലി ഫ്രം ദിസ് ഡെഫിനേഷൻ, ദാറ്റ് ഈസ് ഹിഡൻ ഇൻ ദിസ് ഡെഫിനേഷൻ. നിങ്ങൾക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ 4 കാര്യങ്ങളും അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ പോയിൻ്റായിട്ട് താഴെ എഴുതി. ഇനി ഞാനത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ 4 പോയിന്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതൊക്കെയാണ്? What are the 4 essential characteristics of accounting information? They are economic events, identification, measurement, recording and communication, organization, interested users of accounting information. സ്ക്രീനിൽ നോക്കുക. 4 essential characteristics of accounting information: economic event, identification, measurement, recording and communication, organization, interested users of accounting information. Clear? നമുക്കൊന്ന് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. The first one is economic event. ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, സംഭവങ്ങൾ. ഇപ്പോൾ മാരേജ് ഈസ് എൻ ഇവൻറ്റ്. കല്യാണം എന്ന് പറയുന്നത് ഒരു ഇവൻ്റാണ്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു ഇവൻ്റാണ് കല്യാണം, അല്ലേ?
അതുപോലെ തന്നെ വേറെ എന്താണ്, ഇപ്പം സ്കൂൾ റീഓപ്പണിങ് ഒരു ഇവൻ്റാണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സ്കൂൾ എപ്പോൾ റീഓപ്പൺ ചെയ്യും. അതൊരു നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, സ്കൂൾ തുറന്ന ദിവസം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ്, അക്കൗണ്ടൻസിയെ കുറിച്ചിട്ടാണ്. ഇൻ അവർ സിറ്റുവേഷൻ ഇക്കണോമിക് ഇവൻറ്റ്, ഒന്നാമത്തെ എസെൻഷ്യൽ ഫീച്ചർ ഇതാണ്, ഇക്കണോമിക് ഇവൻറ്റ്. ഏതിൻ്റെ ബേസിൽ? 1970 വന്നിരിക്കുന്ന ഡെഫിനിഷൻ്റെ ബേസിൽ. നമുക്ക് നോക്കാം എന്താണ് ഇക്കണോമിക് ഇവൻറ്റ് എന്ന്. എൻ ഇക്കണോമിക് ഇവൻറ്റ് ഇസ് എ ഹാപ്പനിങ് ഓഫ് കോൺസിക്വൻസ് to a business organization which consists of transactions and which are measurable in monetary terms. An economic event is a happening of consequence or it is a transaction. It is a ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ an economic event refers to those events which takes place in a business unit and which can be measured in terms of money. പണത്തിൻ്റെ രൂപത്തിൽ അളക്കാൻ പറ്റുന്ന ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഇവൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ഇക്കണോമിക് ഇവൻറ്റുകളെന്ന്. ഇക്കണോമിക് ഇവൻറ്റ് മീൻസ് ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. പണത്തിൻ്റെ രൂപത്തിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ അല്ലെങ്കിൽ സംഭവങ്ങളെ വിളിക്കുന്ന പേരാണ് ഇക്കണോമിക് ഇവൻറ്റുകളെന്ന്. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് മെഷീനറി. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 50,000. ആദ്യത്തെ എന്താണ് എപ്പോഴും കാണാൻ നിങ്ങൾക്ക്, ബിസിനസ് തുടങ്ങി 50,000 രൂപ വെച്ചിട്ട്. അതൊരു ഇക്കണോമിക് ഇവൻ്റാണ്. കാരണം അതിന് 50,000 എന്ന ഒരു പണത്തിൻ്റെ വാല്യൂ ഉണ്ട്. നമുക്ക് ആ ഒരു ട്രാൻസാക്ഷനെ പണത്തിൻ്റെ രൂപത്തിൽ മെഷർ ചെയ്യാം. പർച്ചേസ്ഡ് മെഷീനറി 10,000 rupees. 10,000 രൂപ കൊടുത്തിട്ടൊരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു ഇക്കണോമിക് ഇവൻ്റാണ്. ക്ലിയർ? മൂന്നാമത്തെ നോക്കുക, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, നമ്മുടെ ഫാക്ടറിക്ക് പുതിയ പെയിൻ്റ് അടിച്ചു. എന്താണ്? റെഡ് കളർ പെയിൻറ്റ്, ചുവപ്പ് കളർ പെയിൻറ്റ് നമ്മുടെ ഫാക്ടറിക്ക് അടിച്ചു. ദാറ്റ് ഈസ് നോട്ട് എൻ ഇക്കണോമിക് ഇവൻറ്റ്. ആ റെഡ് കളർ പെയിൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് ഇവൻ്റ് അല്ല. കാരണം അതിന് ചിലവായ പെയിൻറ്റിങ് എക്സ്പെൻസ് 5,000 രൂപ കൊടുത്തിട്ടാണ് പെയിൻറ്റ് അടിച്ചത്. പെയിൻറ്റിങ് എക്സ്പെൻസ് ഒരു ഇക്കണോമിക് ഇവൻ്റ് ആണ്. ആ പെയിൻറ്റിൻ്റെ കളർ ഒരു ഇക്കണോമിക് ഇവൻ്റ് അല്ല. കമ്പനിയിൽ പുതിയൊരു മാനേജറെ അപ്പോയിൻറ്റ് ചെയ്തു. മാനേജറുടെ പേര് രാജേഷ് എന്ന പേരുള്ള ഒരു പുതിയ മാനേജറെ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്തു. ദാറ്റ് ഈസ് നോട്ട് എൻ ഇക്കണോമിക് ഇവൻറ്റ്. അത് അക്കൗണ്ടൻസിയിൽ വരില്ല. പക്ഷേ അയാൾക്ക് ഒരു മാസം നമ്മൾ 10,000 രൂപ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇക്കണോമിക് ഇവൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഇക്കണോമിക് ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണത്തിൻ്റെ രൂപത്തിൽ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനെയും നമുക്ക് എന്ത് വിളിക്കാം? ഇക്കണോമിക് ഇവൻ്റ് എന്ന് വിളിക്കാം. Economic events are those business transactions which can be measured in terms of money. It may be external event or internal event. ഇത് രണ്ട് തരത്തിലാവാം. ഒന്നുകിൽ എക്സ്റ്റേണൽ ഇവൻ്റ് ആവാം, അല്ലെങ്കിൽ ഇന്റേണൽ ഇവൻ്റ് ആവാം. എക്സ്റ്റേണൽ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പോവാം. എക്സ്റ്റേണൽ ഇവൻ്റ് മീൻസ് an event which takes place between our business unit and an outsider. നമ്മുടെ കച്ചവട സ്ഥാപനം, ഇപ്പം സപ്പോസ് ഐ എം ദ ഓണർ ഓഫ് എ ബിസിനസ് യൂണിറ്റ് ആൻഡ് ദ നെയിം ഓഫ് മൈ ബിസിനസ് യൂണിറ്റ് ഈസ് ചെറുവത്തൂർ കമ്പനി. ഞാനൊരു കമ്പനിയുടെ ഓണറാണ്, അല്ലെങ്കിൽ എൻ്റെ നാട്ടിൻ്റെ പേരാണ് പിലിക്കോട് കമ്പനി. എൻ്റെ ഗ്രാമത്തിൻ്റെ പേരാണ് പിലിക്കോട് വില്ലേജ് ആണ്. അപ്പോൾ പിലിക്കോട് കമ്പനി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ പിലിക്കോട് കമ്പനി SBIയിൽ നിന്ന് ലോൺ എടുത്തു. അത് പിലിക്കോട് കമ്പനി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയും SBI എന്ന് പറയുന്ന മറ്റൊരു എൻറ്റിറ്റിയും തമ്മിലുള്ള ട്രാൻസാക്ഷനാണ്. അത് എക്സ്റ്റേണൽ ഇവൻ്റ് ആണ്. കാരണം എൻ്റെ ബിസിനസ് യൂണിറ്റും മറ്റൊരു എൻറ്റിറ്റിയുമായിട്ടും, ബിസിനസ് എന്ന എൻറ്റിറ്റിയും ബാങ്ക് എന്ന എൻറ്റിറ്റിയുമായിട്ടുള്ള ഒരു ഡീലിങ്സ് ആയതുകൊണ്ട് തന്നെ അതൊരു എക്സ്റ്റേണൽ ഇവൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ബിസിനസ്സും ഒരു ഔട്ട്സൈഡ് എൻറ്റിറ്റിയും തമ്മിലുള്ള ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ഇവൻ്റ് എന്ന്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇന്റേണൽ ഇവൻ്റ്. അപ്പോൾ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ആണെങ്കിൽ, ഇന്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ എ കമ്പനി. ഓക്കെ, ഞാനൊരു കമ്പനിയുടെ ഓണറാണ്. എന്താ കമ്പനിയുടെ പേര്? പിലിക്കോട് ബിസ്ക്കറ്റ് കമ്പനി. എൻ്റെ നാടിൻ്റെ പേര് പിലിക്കോട് ബിസ്ക്കറ്റ് കമ്പനി. ക്ലിയർ? അപ്പോൾ എൻ്റെ കമ്പനിയിൽ ഒരു വർക്കറുണ്ട്. ആ വർക്കറുടെ പേരാണ് ജോസഫ്.
ആ വർക്കറുടെ പേരാണ് ജോസഫ്. ഫാക്ടറി തന്നെ എൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു വർക്കറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ കയ്യിലുള്ള പണം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 2000 രൂപ അവന് വേജസ് കൊടുക്കുന്നു. 2000 രൂപ വേജസ് കൊടുക്കുന്നു. അപ്പം ഞാൻ എൻ്റെ കമ്പനിയിലെ വർക്കർ, അപ്പം ഞാനും ആ വർക്കറും തമ്മിലുള്ള ഡീലിങ്സ് ഒരു ഇന്റേണൽ ആയിട്ടുള്ള കാര്യമാണ്. അതൊരു ഇന്റേണൽ ഇവന്റ് ആണ്. അപ്പോൾ ഒരു ബിസിനസ്സിനകത്ത് തന്നെയുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസിനെ വിളിക്കുന്ന പേര് ഇന്റേണൽ ഇവന്റ്സ് എന്നും, ഒരു ബിസിനസ്സും ഔട്ട്സൈഡറുമായിട്ടുള്ള ഡീലിങ്സിനെ വിളിക്കുന്ന പേര് എന്താണ്, വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ഇവന്റ് എന്ന്. എക്സ്റ്റേണൽ ഇവന്റ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് എക്സ്റ്റേണൽ ഇവന്റ് എന്ന്. ഇനി പെട്ടെന്ന് പറയും. External event, if an event involves transaction between an outsider and an organization, these are known as external events. If an event involves transaction between an outsider and an organization, if എങ്കിൽ ഒരു ഇവന്റിനകത്ത് ഒരു ഔട്ട്സൈഡറും, if an event involves an outsider and an organization, ഒരു കമ്പനിയും ഒരു ഔട്ട്സൈഡറും തമ്മിലുള്ള ഇവന്റുകളെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ഇവന്റുകൾ. എക്സാമ്പിൾസ്: സെയിൽ ഓഫ് ഗൂഡ്സ് ടു കസ്റ്റമേഴ്സ്. സെയിൽ ഓഫ് ഗൂഡ്സ് ടു കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിൽക്കുക. സെയിൽ ഓഫ് ഗൂഡ്സ് ടു കസ്റ്റമേഴ്സ്. പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം സപ്ലയേഴ്സ്. നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് സപ്ലയേഴ്സിൽ നിന്നും വാങ്ങിക്കുക. പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം സപ്ലയേഴ്സ്. പേയ്മെന്റ് ഓഫ് മന്ത്ലി റെന്റ് ടു ദ ലാൻഡ് ലോഡ്. നമ്മൾ വാടക ബിൽഡിംഗ് ആണ്, നമ്മൾ വാടക ബിൽഡിങ്ങിലാണുള്ളത്. അപ്പോൾ മാസാമാസം മുതലാളിക്ക്, ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ മുതലാളിക്ക് വാടക കൊടുക്കുക, റെന്റ് കൊടുക്കുക. അതൊക്കെ എന്താണ്, എക്സ്റ്റേണൽ ഇവന്റുകളാണ്. ക്ലിയർ? അപ്പോൾ ബിസിനസ് യൂണിറ്റും ഒരു ഔട്ട്സൈഡറും തമ്മിലുള്ള ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേര് എക്സ്റ്റേണൽ ഇവന്റ്സ് എന്നാണ്. എക്സ്റ്റേണൽ ഇവന്റ്സ് എന്നാണ്. നെക്സ്റ്റ് വൺ, ഇന്റേണൽ ഇവന്റ്. ഇന്റേണൽ ഇവന്റ്. An internal event is an economic event that occurs entirely between the internal wings of an enterprise. An internal event is an economic event that occurs entirely between the internal wings of an enterprise. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, an internal event is an event which takes place inside a company. ഇന്റേണൽ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്കണോമിക് ഇവന്റ് ആണ്, പണത്തിന്റെ രൂപത്തിൽ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇവന്റ് ആണ്. അതാണ് ഇക്കണോമിക് ഇവന്റ് എന്ന് പറയുന്നത്. ദോസ് ഇവന്റ്സ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് നോൺ ആസ് ഇക്കണോമിക് ഇവന്റ്. An internal event is an economic event that occurs entirely within a company. ഒരു കമ്പനിക്കുള്ളിൽ തന്നെ നടക്കുന്നു. ഇവിടെ എന്താ സ്ക്രീനിൽ കാണുന്നത്, entirely between the internal wings of an enterprise. ഒരു കമ്പനിക്കകത്തുള്ള internal wings. internal wings എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഒരു കമ്പനിക്കകത്തുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ നടക്കുന്ന, ഒരു കമ്പനിക്കകത്തുള്ള വ്യത്യസ്ത ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് നോൺ ആസ് internal wings. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെ കമ്പനിയുടെ ഓരോ വിങ്ങാണ്, ഓരോ ശാഖകളാണ്, ഓരോ ബ്രാഞ്ചുകളാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ നടക്കുന്ന അല്ലെങ്കിൽ കമ്പനിക്കുള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ഇവന്റുകൾ. എക്സാമ്പിൾസ്: ഇഷ്യൂ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. എക്സാമ്പിൾ നോക്കുക, ഇഷ്യൂ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മുടെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോ മെറ്റീരിയൽസ് ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റോ മെറ്റീരിയൽസ് 50,000 രൂപയുടെ റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് 20 ലക്ഷം രൂപയുടെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും 1 ലക്ഷം രൂപയുടെ റോ മെറ്റീരിയൽസ് നവംബർ 1-ാം തീയതി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ട്രാൻസ്ഫർ ചെയ്തു. അത് കമ്പനിക്ക് അകത്ത് നടക്കുന്ന കാര്യമാണ്, അത് ഇന്റേണൽ ഇവന്റ് ആണ്. സെക്കൻഡ് എക്സാമ്പിൾ നോക്കുക, സപ്ലൈ ഓഫ് സ്റ്റേഷനറി ഐറ്റംസ് ടു ദ ഓഫീസ്. ഓഫീസിനകത്ത് കുറേ സ്റ്റേഷനറി, പെന്ന്, പെൻസില്, പിന്നെ നമ്മുടെ പ്രിന്റർ, A4 ഷീറ്റ്, ഇതൊക്കെ വേണം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, ഓഫീസിന് സപ്ലൈ ചെയ്യുക. ഓഫീസിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്തിട്ട് സപ്ലൈ ചെയ്യുക. അത് ഒരു എക്സാമ്പിളാണ്. പേയ്മെന്റ് ഓഫ് വേജസ് ടു വർക്കേഴ്സ്. എന്താണ്, കമ്പനിയിലെ ജോലിക്കാർക്ക് വേജസ് കൊടുക്കുക. കമ്പനിയിലെ ജോലിക്കാർക്ക് വേജസ് കൊടുക്കുക. പേയ്മെന്റ് ഓഫ് സാലറീസ് ടു എംപ്ലോയീസ്. കമ്പനിയിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുക. കമ്പനിയുടെ എംപ്ലോയീസ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എംപ്ലോയീസ് ആണ്. ഫാക്ടറിക്കകത്ത് വർക്ക് ചെയ്യുന്നവർ വർക്കേഴ്സാണ്. വർക്കേഴ്സിന് കമ്പനി കൊടുക്കുന്നത് വേജസ് ആണ്, എംപ്ലോയീസിന് കമ്പനി കൊടുക്കുന്നത് സാലറിയാണ്. അപ്പം
വർക്കേഴ്സിന് വേജ് കൊടുക്കുക, എംപ്ലോയീസിന് സാലറി കൊടുക്കുക, ഇതൊക്കെ കമ്പനിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ഇവന്റുകൾ. ക്ലിയർ? ഇനി രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. Identification, measurement, recording and communication. Identification, measurement, recording and communication. The first one is identification. അപ്പോൾ ആ ഡെഫിനേഷൻ്റെ ബേസിൽ അതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള രണ്ടാമത്തെ എസെൻഷ്യൽ ഫീച്ചറാണ് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആ 4 പോയിന്റുകളായിട്ട് നിങ്ങൾ നോക്കുക. ദ ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫിക്കേഷൻ. It involves the identification of events that are to be recorded in the books of accounts. It implies observing and selecting events that may be recorded. എന്താണ്? ഐഡൻറ്റിഫൈ ചെയ്യുക, ഐഡൻറ്റിഫൈ ദ ബിസിനസ് ട്രാൻസാക്ഷൻസ് ദാറ്റ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. രണ്ടാമത്തെ എസെൻഷ്യൽ ഫീച്ചർ ഏതാണ്? അതിൽ 4 പോയിന്റുകളുണ്ട്. ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്, ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. ആദ്യം ചെയ്യേണ്ടത് ഐഡന്റിഫൈ ചെയ്യുക. ഏതൊക്കെ ട്രാൻസാക്ഷൻസ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണമെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇറ്റ് ഇൻവോൾവ്സ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇക്കണോമിക് ഇവന്റ്സ് ദാറ്റ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇറ്റ് മീൻസ് ഒബ്സർവിംഗ് ആൻഡ് സെലക്ടിംഗ് ദ ഇവന്റ്സ് ദാറ്റ് മേ ബി റെക്കോർഡ്. അപ്പോൾ ഒരു കമ്പനിയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും റെക്കോർഡ് ചെയ്യേണ്ട. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളെ കമ്പനിയുടെ ചുമരിനടിച്ചിരിക്കുന്ന പെയിന്റ്, റെഡ് കളർ പെയിന്റ്, ആ കളർ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ കമ്പനിയിൽ പുതിയ ഒരു മാനേജർ അപ്പോയിന്റ് ചെയ്തു, എന്താണ് പേര്? രാജേഷ്. അത് അക്കൗണ്ട്സിൽ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണോ? വേണ്ട. അയാൾക്ക് കൊടുത്ത ശമ്പളം മാത്രമേ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഏതൊക്കെ ഇവന്റുകളാണ് അക്കൗണ്ടൻസിയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ആദ്യത്തെ പോയിന്റ്, ഐഡന്റിഫിക്കേഷൻ. Second one, measurement. Any after identifying the business transaction, measure the value of such transaction in terms of money. ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ട്രാൻസാക്ഷൻസിൻ്റെ മണി വാല്യൂ മെഷർ ചെയ്യണം. എത്ര പണമാണ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ, പർച്ചേസ്ഡ് മെഷീനറി, അത് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം പണം കൊടുത്തിട്ട് നമ്മൾ മെഷീൻ വാങ്ങിച്ചു. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു, പർച്ചേസ്ഡ് മെഷീനറി നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇനി എത്ര പണം കൊടുത്തിട്ടാണ് വാങ്ങിച്ചത് എന്ന് മനസ്സിലാക്കുക. 50,000 rupees, 50,000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ മെഷീൻ വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ, അപ്പോൾ പർച്ചേസ്ഡ് മെഷീനറി എന്ന ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് എത്ര പണം ചെലവായി എന്ന് മെഷർ ചെയ്യുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്, മെഷർമെൻറ്റ്. ഇറ്റ് മീൻസ് quantification of business transactions into financial terms by using monetary unit. It means quantification of business transactions into financial terms by using monetary units, that is rupees and paise. പണത്തിൻ്റെ രൂപത്തിൽ, രൂപയുടെ രൂപത്തിൽ, ഇന്ത്യൻ റുപ്പിയുടെ രൂപത്തിൽ നമ്മൾ അതിനെ മെഷർ ചെയ്യുക. ഓരോ ട്രാൻസാക്ഷനും എത്ര പണം ചെലവായി എന്ന് മെഷർ ചെയ്യുക. അതാണ് മെഷർമെൻറ്റ്. ഇനി മൂന്നാമത്തത് റെക്കോർഡിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെ, റെക്കോർഡിംഗ്. ആഫ്റ്റർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ഇക്കണോമിക് ഇവൻറ്റ്സ്, ദേ ആർ റെക്കോർഡഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഏതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കി, അതിന് എത്ര പണം മെഷർമെൻറ്റ് നടത്തി, എത്ര പണമാണ് ഓരോ ട്രാൻസാക്ഷനും ഉള്ളത് എന്ന് മനസ്സിലാക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുക, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുക. ജേണൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എൻ്റർ ചെയ്യുക, ജേണൽ എൻട്രിയുടെ രൂപത്തിൽ എൻ്റർ ചെയ്യുക. അതാണ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആഫ്റ്റർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ഇക്കണോമിക് ഇവൻറ്റ്സ്, ദേ ആർ റെക്കോർഡഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഡേറ്റ് വൈസ് ആയിട്ട് ഇന്ന് നടക്കുന്നത്, സെക്കൻഡ് നടക്കുന്നത്, തേർഡ് നടക്കുന്നത്, ഇങ്ങനെ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതാണ് റെക്കോർഡിംഗ്. ഇനി നാലാമത്തത് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെ. ആഫ്റ്റർ ദ എബവ് 3 stages, the accounting information has to be communicated in a proper form to the management or other users in the form of reports like profit and loss account, balance sheet, etc. അപ്പോൾ ഈ 3 സ്റ്റേജുകളും, ഐഡൻറ്റിഫിക്കേഷനും മെഷർമെൻറ്റും റെക്കോർഡിങ്ങും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻഫർമേഷൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്?
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചുകൊണ്ടും ബാലൻസ് ഷീറ്റ് വരച്ചുകൊണ്ടും കമ്പനിക്ക് എത്ര ലാഭമാണ്, എത്ര നഷ്ടമാണ്, എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് നാലാമത്തെ പോയിന്റ്, കമ്മ്യൂണിക്കേഷൻ. ആഫ്റ്റർ ദ above three stages എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ് ആൻഡ് റെക്കോർഡിംഗ്, ദ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ഇൻ എ പ്രോപ്പർ വേ ടു ദ മാനേജ്മെന്റ് ഓർ അതർ യൂസേഴ്സ്. എന്താണ് ഈ 3 സ്റ്റേജുകളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് മാനേജ്മെന്റിനും മറ്റുള്ള ആൾക്കാർക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരുമായിട്ട് ആശയവിനിമയം നടത്തണം. എങ്ങനെ? അക്കൗണ്ടിംഗ് ഇസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞതാണ്, അക്കൗണ്ടൻസിയാണ് ബിസിനസിന്റെ ഭാഷ. അപ്പോൾ അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ബൈ പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എക്സെട്ര. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ വരച്ചുകൊണ്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ ചിത്രം ഒന്ന് നോക്കുക. ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്ന് ബിസിനസ് ഈവൻറ്റ്സ് ഐഡന്റിഫൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മെഷർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ജേണലിൽ റെക്കോർഡ് ചെയ്യുക, റിപ്പോർട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ക്ലിയർ? മൂന്നാമത്തത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെഫിനിഷനകത്ത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഇക്കണോമിക് എൻറ്റിറ്റി, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇക്കണോമിക് എൻറ്റിറ്റി, ചില കുട്ടികൾക്ക് ഒരു പുതിയ ടേം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു, ഇക്കണോമിക് എൻറ്റിറ്റി. ആ ഇക്കണോമിക് എൻറ്റിറ്റിയാണ് ഈ കാണുന്ന ഓർഗനൈസേഷൻ. ക്ലിയർ? ഓർഗനൈസേഷൻ മീൻസ് an entity that stands for performing business activities either for profit or for not for profit. Entity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ഓർഗനൈസേഷൻ മീൻസ് an entity, ഒരു എൻറ്റിറ്റിയാണ്. നിയമത്തിൻ്റെ മുമ്പിൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു സംഭവമാണ് ഓർഗനൈസേഷൻ. ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ പെർഫോമിങ്, അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫോർ പെർഫോമിങ്, ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ പെർഫോമിങ് ബിസിനസ് ആക്ടിവിറ്റീസ് ഐദർ ഫോർ പ്രോഫിറ്റ് ഓർ നോട്ട് ഫോർ പ്രോഫിറ്റ്. എന്തിനു വേണ്ടിയിട്ട്, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന എൻറ്റിറ്റിയാണ്? ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നുകിൽ ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ്, ലാഭേച്ഛ ഇല്ലാതെയോ. അപ്പോൾ ഈ ലാഭേച്ഛ ഇല്ലാതെയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലബ്ബ് ഒരു എൻറ്റിറ്റിയാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തേക്കുള്ള ക്ലബ്ബൊക്കെ ഇല്ലേ, അതൊരു എൻറ്റിറ്റിയാണ്. അത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയ സ്ഥാപനമാണോ? അല്ല, അത് ലാഭം എന്നുള്ളൊരു എയിമല്ല. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ഒരു ഓർഫനേജ്, അതൊക്കെ എൻറ്റിറ്റി തന്നെയാണ്. പക്ഷെ അതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്തല്ല, ലാഭം ഉണ്ടാക്കുകയല്ല. പക്ഷേ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പണം ആവശ്യമാണ്. അപ്പോൾ അവർ ഡൊണേഷനൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഒരുപാട് ആൾക്കാരുടെ ഡൊണേഷൻ, അതുപോലെ ക്ലബിലൊക്കെ നമ്മൾ മെമ്പർഷിപ്പ് ഫീസ് ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അതിനെ കൊണ്ടൊന്നും ക്ലബ്ബ് ലാഭം ഉണ്ടാക്കില്ല, ആ ക്ലബിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിപ്പോകും. അതാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആവാം, പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ബിസിനസ് ആവാം, അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആയ ക്ലബ്ബ് ആവാം, ഓൾഡ് ഏജ് ഹോം ആവാം, ഓർഫനേജ് ആവാം, ഇതൊക്കെ ആവാം. ക്ലിയർ? നെക്സ്റ്റ് സെന്റൻസ് നോക്കുക. ഇറ്റ് ക്യാൻ ബി എ സോൾ ട്രേഡ്. ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആവാം. ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾ പഠിക്കും മക്കളെ, ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് മീൻസ് എ ബിസിനസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ പേഴ്സൺ. ഒരൊറ്റൊരാൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന ബിസിനസ്സിനെ വിളിക്കുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന്. പാർട്ട്ണർഷിപ്പ്, കൂട്ടുകച്ചവടം, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്ന് നടത്തുന്ന ബിസിനസ് പാർട്ട്ണർഷിപ്പാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സ്ഥാപനങ്ങൾ, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തേക്കുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ഇല്ലേ, അതും എൻറ്റിറ്റിയാണ്. ഇവിടെ ഒരുപാട് പിലിക്കോട് കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ ഉണ്ട്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ചെറുവത്തൂർ ഫാർമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക്, ഇതൊക്കെ സഹകരണ സ്ഥാപനങ്ങളാണ്. കമ്പനി, ജോൺസ് റിലയൻസ്, ടാറ്റ, ഇതൊക്കെ കമ്പനികളാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻസ് ആവാം, അല്ലെങ്കിൽ എനി അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽപ്പുള്ള ഏതൊരു സ്ഥാപനവും ആവാം, ആൾക്കാരുടെ കൂട്ടായ്മയും ആവാം. അതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ക്ലിയർ? അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, മൂന്നാമത്തെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ദ തേർഡ് എസെൻഷ്യൽ ഫീച്ചർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ മീൻസ് എ ബിസിനസ് എൻറ്റിറ്റി, an entity which stands for making profit or not for profit. Clear?
അത്ര ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അത്ര ഈ പോയിന്റുകളൊന്നും ഒരു 1-2 സെൻറ്റൻസിൽ ക്ലിയർ ആയിട്ട് പഠിക്കുക. 4th പോയിന്റ്, 4ാമത്തെ പോയിന്റ്. ഈ ക്ലാസ്സിൽ കുറേ പറയാനുണ്ട്, കുറച്ച് ലെങ്തി ക്ലാസ് ആണ്, കൃത്യമായിട്ട് കാണാം. 4ാമത്തെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ്: ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചില്ലേ? ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു പോയിന്റ്. അക്കൗണ്ടിങ് കമ്മ്യൂണിക്കേറ്റ്സ് ഇൻഫർമേഷൻ ടു പ്രോപ്പർ പേഴ്സൺസ് ബൈ പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച്. ഒരു കമ്പനിയുടെ കാര്യത്തിൽ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന്. സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച് പ്രകാരം എന്താണ്, ഒരു കമ്പനി ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാർക്കും ആ കമ്പനിയുടെ ഇൻഫർമേഷൻസ് സപ്ലൈ ചെയ്യണം. അങ്ങനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അക്കൗണ്ടൻസി എന്ന ബ്രാഞ്ചാണ്. അതുകൊണ്ട് അക്കൗണ്ടൻസിയെ വിളിക്കുന്ന പേര് ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നാണ്. ഓർമ്മയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അപ്പോൾ അത് തന്നെയാണ് ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ള കുറേ ആൾക്കാരുണ്ട്. ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ പറയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു കച്ചവടക്കാരനാണ്. ഐ എം എ ബിസിനസ് മാൻ. സപ്പോസ് ഐ എം എ ബിസിനസ് മാൻ. ഐ എം റണ്ണിങ് എ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് പിലിക്കോട് ബിസ്ക്കറ്റ് കമ്പനി. പിലിക്കോട് ബിസ്ക്കറ്റ് കമ്പനി എന്ന ബിസ്ക്കറ്റ് നടത്തുന്ന ഒരാളാണ് ഞാൻ. ചെറിയ കമ്പനിയൊന്നുമല്ല, വലിയൊരു ജോൺ സ്റ്റോ കമ്പനിയാണ്. ഒരുപാട് ബിസ്ക്കറ്റുകൾ, പല ടേസ്റ്റിലുള്ള പല വെറൈറ്റിയിലുള്ള അനവധി ബിസ്ക്കറ്റുകൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ട്. എ ലോട്ട് ഓഫ് പേഴ്സൺസ്, എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പാർട്ടീസ് ആർ ഇൻട്രസ്റ്റഡ് ടു നോ ദ result of my business. For example, suppose I raised loan from SBI പയ്യന്നൂർ. ഞാൻ 25 കോടി രൂപ SBI പയ്യന്നൂരിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ലാഭം എത്ര എന്നറിയാൻ SBI പയ്യന്നൂരിന് താല്പര്യമുണ്ടായിരിക്കും. കാരണം എനിക്ക് ലാഭമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ലോൺ റീപേ ചെയ്യുകയുള്ളൂ. ഞാൻ ആ ലോൺ തിരിച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് ലാഭം വേണം. അപ്പോൾ എനിക്ക് ലോൺ തന്ന SBIക്ക് എന്ത് അറിയാൻ താല്പര്യമുണ്ട്? എൻ്റെ കാര്യം അറിയാൻ താല്പര്യമുണ്ട്. ക്ലിയർ? ഇനി എൻ്റെ കമ്പനിയിൽ കുറേ വർക്കേഴ്സും എംപ്ലോയീസും ഉണ്ട്. ഒരു 100 വർക്കേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ 100 വർക്കേഴ്സിനും എന്തറിയാൻ താല്പര്യമുണ്ട്? എൻ്റെ കമ്പനിയുടെ റിസൾട്ട് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഈ കമ്പനിക്ക്, പിലിക്കോട് ബിസ്ക്കറ്റ് കമ്പനിക്ക് ലാഭമുണ്ടെങ്കിൽ മാത്രമേ ഈ 100 വർക്കേഴ്സിനും വേജസ് ആൻഡ് സാലറി കിട്ടുകയുള്ളൂ. അപ്പോൾ അവർക്ക് നേരാവണ്ണം ശരിയായ രീതിയിൽ ശമ്പളം കിട്ടുമോ കിട്ടണമെങ്കിൽ എൻ്റെ കമ്പനിക്ക് ലാഭം ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് ലാഭമുണ്ടോ എന്ന് ഈ കമ്പനിക്കകത്തുള്ള ആർക്കറിയണം? എംപ്ലോയീസിന് അറിയണം. ഇവരൊക്കെയാണ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ? അതേപോലെ തന്നെ എൻ്റെ ഒരു സപ്പോസ് മൈ ബിസിനസ് യൂണിറ്റ് ഇസ് എ ജോൺ സ്റ്റോക്ക് കമ്പനി. എൻ്റെ ഒരു ജോൺ സ്റ്റോക്ക് കമ്പനിയാണ്. അപ്പോൾ ഈ ജോൺ സ്റ്റോക്ക് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഇന്ത്യയിൽ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി ഷെയർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഷെയർ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് എനിക്ക് ജനങ്ങളുടെ അടുത്തുനിന്നും പണം വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ അത്ര പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിലെ 2ാമത്തെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ സമയത്ത് ക്ലിയർ ആവും. അല്ലാതെ ഇപ്പം മനസ്സിലായിട്ടില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇൻറ്റേർണൽ യൂസേഴ്സിലും എക്സ്റ്റേണൽ യൂസേഴ്സിലും വരുന്ന ആൾക്കാരുടെ പേരൊന്നും ബൈ ഹാർട്ട് ചെയ്യാം. ഞാൻ ചുരുങ്ങിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അല്ലാതെ മടി കൊണ്ടല്ല. 1 മണിക്കൂറൊന്നും ക്ലാസ് നിങ്ങൾ കണ്ടിരിക്കില്ല. അതുകൊണ്ടാണ്, കേട്ടില്ലേ? അപ്പോൾ ഇതിവിടെ വെച്ച് നിർത്താനും പറ്റില്ല. ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിർത്താനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലെങ്തി ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട എന്തേപ്പാ ഇത്ര ഡ്യൂറേഷൻ വന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ അകത്തുള്ള, ഒരു കമ്പനിയുടെ റിസൾട്ട് അറിയാൻ താല്പര്യമുള്ള, ഒരു കമ്പനിക്കകത്തുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന്. ദോസ് യൂസേഴ്സ് വിച്ച് ആർ ഇൻസൈഡ് ദ കമ്പനി ഈസ് നോൺ ആസ് ഇൻറ്റേർണൽ യൂസേഴ്സ്. ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് മീൻസ് ഔട്ട്സൈഡ് പാർട്ടീസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ള ഔട്ട്സൈഡേഴ്സിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്.
അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇൻറ്റേർണൽ യൂസർ എന്നും ആരൊക്കെയാണ് എക്സ്റ്റേണൽ യൂസർ എന്നും നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇൻറ്റേർണൽ യൂസേഴ്സ് ഇൻക്ലൂഡ് ഒരു കമ്പനിക്കകത്തുള്ള ആൾക്കാർ. ഇൻറ്റേർണൽ യൂസേഴ്സ് ഇൻക്ലൂഡ് ചീഫ് എക്സിക്യൂട്ടീവ്സ്, ഒരു കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ്സ്, അതായത് ടോപ്പ് ലെവൽ മാനേജേഴ്സാണ് ഇവരൊക്കെ. ചീഫ് CEO എന്ന് പറയും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇതൊക്കെ ഈ സ്ക്രീനിൽ കാണുന്നതൊക്കെ കമ്പനിക്കകത്തുള്ള മാനേജേഴ്സിൻ്റെ ഡെസിഗ്നേഷനാണ്, അവരുടെ ഡെസിഗ്നേഷനാണ്. കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കമ്പനിയുടെ ലാഭം അറിയണം. ഫൈനാൻഷ്യൽ ഓഫീസർ, ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഓഫീസർക്ക് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം. ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റിന് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയണം, അതായത് ലാഭമോ നഷ്ടമോ എന്ന് അറിയണം. കമ്പനിയുടെ മാനേജർമാർക്ക്, ബിസിനസ് യൂണിറ്റ് മാനേജേഴ്സിന്, ഒരു കമ്പനിക്കകത്തുള്ള മാനേജേഴ്സിന് കമ്പനിയുടെ ലാഭം അറിയണം. അതുപോലെ തന്നെ കമ്പനിയുടെ പ്ലാന്റ് മാനേജേഴ്സിന്, കമ്പനിക്കകത്തുള്ള മറ്റ് ടൈപ്പ് മാനേജറാണ് പ്ലാന്റ്, ആരെന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ആ പേരൊന്ന് പഠിക്കാം. പ്ലാന്റ് മാനേജേഴ്സിന് കമ്പനിയുടെ ലാഭം അറിയണം. സ്റ്റോഴ്സ് മാനേജേഴ്സിന് കമ്പനിയുടെ ലാഭം അറിയണം. സൂപ്പർവൈസേഴ്സിന്, ലൈൻ സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലെവൽ മാനേജേഴ്സാണ്. ഫാക്ടറിക്കകത്തുള്ള ലോവർ ലെവൽ മാനേജേഴ്സാണ് ലൈൻ സൂപ്പർവൈസേഴ്സ്. ഇവർക്കൊക്കെ അപ്പം ഒരു കമ്പനിയുടെ മാനേജർമാർക്കും ഒരു കമ്പനിയിലെ സൂപ്പർവൈസർമാർക്കും ഒരു കമ്പനിയിലെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനും, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇവർക്കൊക്കെ കമ്പനിയുടെ ലാഭം എത്ര നഷ്ടം എത്ര എന്നറിയണം. ഇങ്ങനെ ഒരു കമ്പനിക്കകത്തുള്ള യൂസേഴ്സിനെ വിളിക്കുന്ന പേര് ഇന്റേണൽ യൂസേഴ്സ് എന്നാണ്. ഇന്റേണൽ യൂസേഴ്സ് ആർ ദോസ് യൂസേഴ്സ് ഇൻസൈഡ് ദ കമ്പനി. ഒരു കമ്പനിക്കകത്ത് തന്നെയുള്ള യൂസേഴ്സ് ആണ് ഇന്റേണൽ യൂസേഴ്സ്. ക്ലിയർ? ഇനി എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിന് പറയാനുള്ള കാര്യം തന്നെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ പോയിന്റ് ഒന്ന് പഠിക്കുക. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് യൂസേഴ്സ് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ്, ഒരു കമ്പനിയുടെ പുറത്തുള്ള ആൾക്കാരാണ്. ദോസ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഔട്ട്സൈഡ് ദ കമ്പനി. ഒരു കമ്പനിക്ക് പുറത്തുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇൻസൈഡേഴ്സ് അല്ല, ഒരു കമ്പനിക്ക് അകത്തുള്ള ആൾക്കാരല്ല. ഇപ്പം എൻ്റെ കമ്പനി എന്താണ് നേരത്തെ പറഞ്ഞ പിലിക്കോട് ബിസ്ക്കറ്റ് കമ്പനി. അപ്പോൾ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കമ്പനിക്കകത്തുള്ള മാനേജേഴ്സും എംപ്ലോയീസും ഒക്കെയാണ് ഇന്റേണൽ യൂസേഴ്സ്. ഇനി കമ്പനിക്കകത്തുള്ള ആൾക്കാർക്ക് മാത്രം പോരാ നമ്മുടെ ഇൻഫർമേഷൻ, കമ്പനിക്ക് പുറത്തുള്ള ആൾക്കാർക്കും വേണം. അതാരൊക്കെയാണെന്ന് ആ സ്ക്രീനിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. നോക്കാം, ഓരോ പോയിന്റുകൾ ആ റെഡ് കളറിൽ കാണാം. ദ ഫസ്റ്റ് വൺ ഈസ് പ്രസന്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. പ്രസന്റ് അതായത് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണെങ്കിൽ ആ കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ കളക്ട് ചെയ്യാം. ഇപ്പം ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് എൻ്റെ കമ്പനി, പിലിക്കോട് പഞ്ചായത്തിലാണ് കമ്പനി, പിലിക്കോട് ബിസ്ക്കറ്റ് കമ്പനി. ഞാൻ ഈ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിയുടെ ഷെയർ ഡൽഹിയിലുള്ള ആൾക്കാർ വാങ്ങിക്കാം, UPയിലുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാം, രാജസ്ഥാനിലെ ആൾക്കാർക്ക് വാങ്ങിക്കാം, മഹാരാഷ്ട്രയിലെ ആൾക്കാർക്ക് വാങ്ങിക്കാം, എവിടെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും എൻ്റെ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാം. അപ്പോൾ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവിടെ പ്രസന്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് കാണും. പ്രസന്റ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഷെയർ വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാർ പ്രസന്റ് ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇനി പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എൻ്റെ കമ്പനിയുടെ ഷെയർ വാങ്ങാൻ ആഗ്രഹമുണ്ട്. സം പേഴ്സൺസ് ആർ റെഡി ടു പർച്ചേസ് ദ ഷെയർസ് ഓഫ് മൈ കമ്പനി. എൻ്റെ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ ചില ആൾക്കാർ തയ്യാറാണ്. അവർ കണ്ണുടച്ച് വാങ്ങിക്കില്ല, അവരെൻ്റെ കമ്പനിയുടെ ലാഭം എത്ര നഷ്ടം എത്ര എന്ന് പഠിച്ചതിന് ശേഷം ഷെയർ വാങ്ങിക്കുന്ന ആൾക്കാരാണ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ഫ്യൂച്ചർ ഇൻവെസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭാവിയിൽ എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ, അതാണ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഷെയർ ഹോൾഡേഴ്സ്. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ലോൺ തന്നിരിക്കുന്ന ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ്. അത് ബാങ്ക് ആവാം, ബ്രാക്കറ്റിനകത്ത് കുറേ ആൾക്കാരെ കാണാം, ബാങ്ക് ആവാം, അതർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ഒന്നുകിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, വാണിജ്യ ബാങ്കുകളാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളാവാം. KSFE അതൊന്നും ബാങ്കല്ല, KSFE ഒന്നും ബാങ്കല്ല, അത് അതർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പത്രം വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാർ. ഈ ഷെയർ പോലെ തന്നെയുള്ള മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബഞ്ചറും ഇഷ്യൂ ചെയ്യാം. എനിക്കിപ്പോൾ ഒരു 25 കോടി വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഗവൺമെൻറ്റിൻ്റെ സമ്മതത്തോടു കൂടി, അതായത് കമ്പനീസ് രജിസ്ട്രാറുടെ സമ്മതത്തോടു കൂടിയിട്ട് എനിക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിക്കും. അപ്പോൾ കടപ്പത്രം,
ഷെയർ പോലത്തെ മറ്റൊരു ഇൻസ്ട്രുമെന്റ്, ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് കടപ്പത്രം. ആ ഷെയർ വാങ്ങിക്കുന്ന ആൾക്കാർ കമ്പനിയുടെ ഓണേഴ്സാണ്, ഡിബഞ്ചർ വാങ്ങിക്കുന്ന ആൾക്കാർ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സാണ്. ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് എ കമ്പനി, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ദ ക്രെഡിറ്റേഴ്സ് ഓഫ് എ കമ്പനി. കമ്പനിക്ക് കടം തരുന്ന ആൾക്കാരാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ക്ലിയർ? ആൻഡ് അതർ ലെൻഡേഴ്സ്. ഷോർട്ടായിട്ട് നിങ്ങൾ ക്രെഡിറ്റേഴ്സ് എന്ന, മനസ്സിലാവാത്ത കുട്ടികൾ ക്രെഡിറ്റേഴ്സ് എന്ന ടേം പഠിക്കുക, ക്രെഡിറ്റേഴ്സ് എന്ന പോയിന്റ് ഒന്ന് പഠിക്കുക, ബ്രാക്കറ്റിൽ അത് ഇഗ്നോർ ചെയ്യുക. ക്ലിയർ? മനസ്സിലാക്കുക. ഡിബഞ്ചർ ഹോൾഡേഴ്സും ബാങ്കും ഇതൊക്കെ ക്രെഡിറ്റേഴ്സിൽ വരുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മൂന്നാമത്തത് ടാക്സ് അതോറിറ്റി. ഗവൺമെൻറ്റിൻ്റെ GST വകുപ്പിനും ഇൻകം ടാക്സ് വകുപ്പിനും അതുപോലെ കമ്പനി ടാക്സ് വകുപ്പിനും ഇവർക്കൊക്കെ എന്തറിയാം, GSTയിലെ നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് അടക്കണം. അപ്പോൾ കൃത്യമായിട്ട് ടാക്സ് അടക്കുന്നുണ്ടോ, കമ്പനിയുടെ ലാഭത്തിനനുസരിച്ചിട്ട് കോർപ്പറേറ്റ് ടാക്സ് അടക്കുന്നുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ടാക്സ് അതോറിറ്റീസിന് കമ്പനിയുടെ ഇൻഫർമേഷൻ ആവശ്യമാണ്. റെഗുലേറ്ററി ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് കമ്പനികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ചില ഏജൻസികളാണ് ഗവൺമെൻറ്റൽ ഏജൻസീസ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇപ്പോൾ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് ഗവൺമെൻറ്റിൻ്റെ തന്നെ വാണിജ്യ വകുപ്പ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. എന്താ കമ്പനിയുടെ പേര്? ചെറുപുത്തൂർ കമ്പനി, ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനി. എനിക്ക് രജിസ്ട്രേഷൻ തന്നിരിക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് സംശയം വരണ്ട, എനിക്കൊരു ലൈസൻസ് എടുക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് എവിടുന്നാ കിട്ടുക? നമ്മുടെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമോ? ഇല്ല. അത് തരിക ആരാണ്? RTO ഓഫീസിൽ പോയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തിട്ട് RTO ഓഫീസറാണ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ് RTO ഓഫീസറെ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഞാൻ എവിടെയാണ് പോകേണ്ടത്? RTO ഓഫീസിൽ പോയിട്ട് കാര്യമുണ്ടോ? എവിടെ പോകണം? പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് പാസ്പോർട്ട് ഓഫീസറാണ് എനിക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുക. അതേപോലെ തന്നെ എനിക്ക് കമ്പനി തുടങ്ങണമെങ്കിൽ ഞാൻ പോകേണ്ടത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഓഫീസിലാണ്. അപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ഏജൻസിയാണ്. ആര് തുടങ്ങിയ ഏജൻസി? ഗവൺമെൻറ് തുടങ്ങിയത്, കമ്പനികളെ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ റെഗുലേറ്റർ കുറേ ഏജൻസികളുണ്ട്. സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതായത് കമ്പനികൾ, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ ഷെയർ ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞു. ഓഹരികൾ ജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും. ഇങ്ങനെ കമ്പനികൾ ജനങ്ങൾക്ക് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ജനങ്ങളുടെ പണം കൊണ്ടുവന്ന് കട്ടുകൊണ്ടുപോകുന്നല്ല, പണം ഉപയോഗിച്ചിട്ട് ബിസിനസ് നടത്തും. അങ്ങനെ പണം ഉപയോഗിച്ചിട്ട് ബിസിനസ് നടത്തുന്ന സമയത്ത് ആ ഷെയർ ഇഷ്യൂവിനെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ് സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിനൊക്കെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് റെഗുലേറ്ററി ഏജൻസി എന്നാണ്. എന്താണ് റെഗുലേറ്ററി? അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ്, ഗവൺമെൻറ്റിൻ്റെ വാണിജ്യ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിനൊക്കെ കമ്പനികളുടെ ലാഭം അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ നാലാമത്തെ പോയിന്റ് റെഗുലേറ്ററി ഏജൻസി. ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാം മക്കളെ. മനസ്സിലായിട്ടില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇൻറ്റേർണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ബൈ ഹാർട്ട് ചെയ്യാൻ പറയുന്നത് ഇത് നിങ്ങൾ ഈ വർഷത്തിൻ്റെ അവസാനം പഠിക്കും, അപ്പോഴേ പറയാൻ വേണ്ടി പറ്റും. അല്ലാതെ ഇപ്പോഴേ എനിക്കിതൊക്കെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക. ഈ കാണുന്ന സ്ക്രീൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് അരമണിക്കൂർ ആവശ്യമാണ്. അതിൻ്റെ ഇപ്പോൾ നമ്മുടെ ഒരു കോൺടെസ്റ്റിൽ അതിന് ആവശ്യമില്ല, ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ. ക്ലിയർ? എനിക്കിതൊക്കെ വേണ്ടുന്നതായതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു 3-4 പോയിന്റുകൾ വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ അത് പോരാ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും ഇതൊക്കെ. അതിന് അടുത്ത പോയിന്റ് ലേബർ യൂണിയൻ, തൊഴിലാളികളുടെ സംഘടനകൾ. ഇപ്പം CITU എന്നൊക്കെ കാണാറില്ല നിങ്ങൾ, സംഘടനകളാണ് നമ്മുടെ രാജ്യത്ത്. BMS, CITU, AITUC ഇതൊക്കെ തൊഴിലാളികളുടെ സംഘടനകളാണ്. അത് ലേബർ യൂണിയൻസിന് കമ്പനികളുടെ ലാഭം അറിയാൻ താല്പര്യമുണ്ട്. ട്രേഡ് അസോസിയേഷൻസ്, വ്യാപാര സംഘടനകൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ചേംബർ ഓഫ് കൊമേഴ്സ്. ഈ വ്യാപാരികൾക്കും സംഘടന ഉണ്ടായിരിക്കും. മർച്ചൻസ് അസോസിയേഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് വ്യാപാരികളുടെ സംഘടനകളുണ്ട്, ട്രേഡ് അസോസിയേഷൻസ് ഉണ്ട്. ഇവർക്കൊക്കെ കമ്പനികളുടെ ലാഭം അറിയാൻ താല്പര്യമുണ്ട്. അതാണ് ട്രേഡ് അസോസിയേഷൻസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓഹരി വിപണി. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ഓഹരി വിപണി കേട്ടിട്ടുണ്ടാവും. സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്പനികളുടെ ഷെയർസും ഡിബഞ്ചേഴ്സും. നേരത്തെ മുകളിൽ പറഞ്ഞു ഷെയർസ് ഡിബഞ്ചേഴ്സൊക്കെ. കമ്പനികളുടെ ഷെയറും ഡിബഞ്ചറും വിൽക്കാനും വാങ്ങാനും ജനങ്ങളെ സഹായിക്കുന്ന സ്ഥാപനങ്ങളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആർ
institutions which help investors to buy and sell shares and debentures issued by joint stock companies. മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന ടേം പഠിക്കുക. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് എന്തറിയണം? കമ്പനികളുടെ ലാഭം അറിയണം. കസ്റ്റമേഴ്സ്, കമ്പനിയുടെ ഉപഭോക്താക്കൾ, കമ്പനിയുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ സാധനം വാങ്ങിക്കുന്ന ആൾക്കാർ. കൺസ്യൂമേഴ്സിന് എന്തറിയണം? കമ്പനി ഏൺ ചെയ്യുന്ന ലാഭം അറിയണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഇൻറ്റേർണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന ടേമാണ്. കുറേ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യുക? 2-3 തവണ കാണുക. എന്നിട്ട് ഈ പോയിന്റ്സ് കണ്ടിട്ട് നിങ്ങൾ ഈ പോയിന്റ്സ് ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. ഇൻറ്റേർണൽ യൂസേഴ്സിൽ ആരൊക്കെ വരുന്നു, എക്സ്റ്റേണൽ യൂസേഴ്സിൽ ആരൊക്കെ വരുന്നു എന്ന കാര്യം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. ക്ലിയർ? അപ്പോൾ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ടാക്സ് അതോറിറ്റി, ലേബർ യൂണിയൻസ്, കസ്റ്റമേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇവരൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിട്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ 4 ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ച വളരെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ക്ലിയർ ആയിട്ട് ക്ലാസ് കാണുക. ഒന്നാമത്തത് ഇക്കണോമിക് ഇവൻറ്റ്, രണ്ടാമത്തത് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മൂന്നാമത്തത് ഓർഗനൈസേഷൻ, നാലാമത്തത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ കൺക്ലൂഷനാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൺക്ലൂഷൻ. ഒന്ന് കൺക്ലൂഡ് ചെയ്യണ്ടേ? അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. Accounting as a source of information. We can conclude our session by explaining a point. That is, accounting as a source of information. Accounting is a means by which necessary financial information about business enterprise is communicated and is also called the language of business. Every step in the process of accounting generate information. Accounting information should ensure to. ഇത് പറയാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതുവരെ പറഞ്ഞ കാര്യത്തിൻ്റെ കൺക്ലൂഷൻ. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. വാരിയസ് പാർട്ടീസ് നീഡ് ഇൻഫർമേഷൻ അബൌട്ട് കമ്പനി. Various parties need information about the company. Company means business unit. And accounting supply information to various users. That is, to internal users and to external users. അപ്പോൾ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ്റെ സോഴ്സാണ്. അക്കൗണ്ടിങ് ഈസ് എ മീൻസ് ബൈ വിച്ച് നെസസറി ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു മാർഗമാണ്. എന്തിനുള്ള മാർഗം? ബൈ വിച്ച്, ബൈ യൂസിങ് ദിസ് നെസസറി ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ബിസിനസ്. ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പണത്തിൻ്റെ രൂപത്തിലുള്ള ഇൻഫർമേഷൻസ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. ഇത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആശയവിനിമയം ചെയ്യുന്ന ബ്രാഞ്ചാണ് അക്കൗണ്ടൻസി. ആൻഡ് ഈസ് നോൺ ആസ് ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അതുകൊണ്ട് തന്നെ ഇതിനറിയപ്പെടുന്ന പേര് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് എന്നാണ്. എവറി സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ജനറേറ്റ് ഇൻഫർമേഷൻ. അക്കൗണ്ടൻസിയിലെ ഓരോ സ്റ്റെപ്പിലും ഇൻഫർമേഷൻ ഉണ്ടാക്കപ്പെടുന്നു. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് എൻഷുവർ ടു. അക്കൗണ്ടൻസിയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇൻഫർമേഷൻസ് നിർബന്ധമായിട്ടും 2 കാര്യങ്ങൾ ഉറപ്പാക്കണം. ഒന്നാമത്തത്, പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ മേക്കിംഗ് ഇക്കണോമിക് ഡിസിഷൻ. Accountancy must provide information for making economic decisions. അക്കൗണ്ടൻസി എന്ത് ചെയ്യണം? അതിൻ്റെ യൂസേഴ്സിന് ധനപരമായിട്ടുള്ള പണപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഇൻഫർമേഷൻസ് സപ്ലൈ ചെയ്യണം. അക്കൗണ്ടിങ് ഷുഡ് സപ്ലൈ ഇൻഫർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ഇക്കണോമിക് ഡിസിഷൻസ്. സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ആൾക്കാരെ സഹായിക്കുന്ന ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടന്റുമാർ ശ്രമിക്കണം. ബി, സെക്കൻഡ് പോയിന്റ്, പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ജഡ്ജിങ് മാനേജ്മെന്റ്സ് എബിലിറ്റി. ഒരു കമ്പനിയുടെ മാനേജ്മെന്റിന്റെ എബിലിറ്റി, ഒരു കമ്പനിയിലെ മാനേജ്മെന്റിന്റെ കഴിവ് അളക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻസും സപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു കമ്പനിയിലെ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? ധനപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, ഇക്കണോമിക് ഡിസിഷൻസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് സപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. കൂടാതെ ഒരു കമ്പനിയിലെ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി അളക്കാൻ സഹായിക്കുന്ന ഇൻഫർമേഷൻസ് കൂടെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 4 essential characteristics of accounting information based on the revised definition of AICPA given in the year 1970. ഏതൊക്കെയാ? ഇക്കണോമിക് ഇവൻറ്റ്,
identification, measurement, recording and communication, organization, interested users of accounting information, and we concluded this topic. Okay, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കുറേ സമയമായി അല്ലേ? നന്നായിട്ട് കാണുക, 2-3 തവണ കാണുക, വേറെ രക്ഷയില്ല മക്കളെ. സ്കൂൾ എപ്പോഴും വേഗം റീഓപ്പൺ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക, വേറെ രക്ഷയില്ല. നന്നായിട്ട് കാണുക, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ബ്ലോഗ് വിസിറ്റ് ചെയ്യുക, hsstimes.blogspot.com. നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.